ഓണം അടുത്തതോടെ പച്ചക്കറി പലചരക്ക് വിപണിയിൽ തിരക്കേറുകയാണ്. വിപണിയിൽ വിലക്കയറ്റം ഉണ്ടാകുമോ എന്ന് അന്വേഷിക്കുകയാണ് മാതൃഭൂമി ന്യൂസ് ടീം. നമുക്കൊപ്പം തിരുവനന്തപുരത്തെ ഏറ്റവും തിരക്കേറിയ മാർക്കറ്റാണ് ചാല. അവിടെ നിന്ന് അമൽ തേനമ്പറമ്പിൽ, എറണാകുളത്തെ മാർക്കറ്റിൽ നിന്ന് ശ്യാം പ്രസാദ് ഉത്തമൻ, കോഴിക്കോട് പാളയത്ത് മാർക്കറ്റിൽ നിന്ന് അഞ്ജന സുകുമാരൻ എന്നിവർ നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം അമലിലേക്ക് പോകാം. അമൽ, ഇപ്പോൾ തന്നെ ഓണം എത്താൻ ഇനിയും സമയമുണ്ട്, പക്ഷേ ഇപ്പോൾ തന്നെ തിരക്കായിരിക്കും ചാലയിൽ. ഓണത്തിന്റെ ഒരുക്കങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് ഈ പല സ്ഥാപനങ്ങളിലുമൊക്കെ നേരത്തെ ആയിരിക്കും ഓണാഘോഷങ്ങൾ ഉണ്ടാവുക. അതുമായി ബന്ധപ്പെട്ട സാധനം വാങ്ങാൻ വരുന്ന ആളുകളൊക്കെ ഉണ്ടാകും. എങ്ങനെയാണ് വില, എങ്ങനെയാണ് ഏതൊക്കെ ഐറ്റംസിനാണ് വില കൂടിയിട്ടുള്ളത്? ആര്യ, ഈ മാർക്കറ്റിൽ തിരക്കായി വരുന്നു. ഇപ്പോൾ കടകളെല്ലാം തന്നെ തുറന്നിട്ടുണ്ട്. രാവിലെ നമ്മൾ 7 മണിക്ക് ഇവിടെ വരുമ്പോൾ വളരെ കുറച്ച് കടകൾ മാത്രമായിരുന്നു തുറന്നിരുന്നത്. ഇപ്പോൾ കടകളെല്ലാം തുറന്ന് സജീവമായി മാറുകയാണ് ആ മാർക്കറ്റ്. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അരിയടക്കമുള്ള സാധനങ്ങൾ തിരുവനന്തപുരത്ത് ഏറ്റവും അധികം വിറ്റുപോകുന്ന സ്ഥലങ്ങളിലൊന്നായ ഒരു മേഖലയാണ്. ഇതിപ്പോൾ രാമേന്ദ്രയുടെ ആ ഭാഗത്തു നിന്നും കിടക്കുന്ന ഈ വഴിയാണ്. പച്ചക്കറി മാർക്കറ്റ് തൊട്ടപ്പുറയുണ്ട്. നമുക്ക് സവോളയുടെയൊക്കെ വില കാണാൻ കഴിയുന്നുണ്ട്. 4 കിലോ 100 രൂപ എന്ന് എഴുതിയിട്ടുണ്ട്. മാത്രമല്ല, ഏറ്റവും കൂടുതൽ പൊള്ളിക്കുന്ന വില ഇപ്പോഴും ഉള്ളത് എണ്ണയ്ക്ക് തന്നെയാണ്. വെളിച്ചെണ്ണ കടയുമൊക്കെ ഉണ്ട്. നമുക്ക് ഈ കടയിലെ ആളുകളോട് സംസാരിക്കാം. സാധനം വാങ്ങാനൊക്കെ ആളുകൾ എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. ചേട്ടാ, എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കച്ചവടം പോകുന്നുണ്ട്, കുഴപ്പമില്ല രീതിയിൽ. ഈ ഓണത്തിന്റെ സീസണൊക്കെ ആകുമ്പം വിലയില് വല്ല കൂടുതൽ വല്ലതും ഉണ്ട്? രാവിലെ പറഞ്ഞല്ലോ, അതിൽ മാക്സിമം റേറ്റുകൾ മാറ്റമുണ്ട്. ഇല്ലെന്ന് പറയാനല്ല, അത്യാവശ്യമുള്ള റേറ്റുകൾ മാറ്റങ്ങളുണ്ട്. അരിവിലയൊക്കെ? അരിവില ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട് അരിവിലയിലൊക്കെ. ഇപ്പോൾ ഒരു കിലോയ്ക്ക് 1 രൂപ കൂടുമ്പോൾ ഒരു ചാക്കിന് 50 രൂപ വെച്ച് ഡിഫറൻറ്റ് മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ഇത് മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ അരിവിലകളൊക്കെ ഓരോ ഐറ്റത്തിലും ഓരോ റേറ്റുകളായി മാറുന്നുണ്ട്. ഈ എണ്ണവില കുറയാൻ വല്ല സാധ്യതയുണ്ടോ ഇനി? ഇപ്പോൾ ചെറുതായിട്ട് ഒരാഴ്ച കൊണ്ട് ചെറുതായിട്ടൊന്ന് ബാക്കിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ വീണ്ടും ഒരു 10 രൂപ മാറ്റം വന്നിട്ടുണ്ട് ബോക്സിനൊക്കെ. ഓണം ആകുമ്പോഴേക്കും, ഓണത്തിനോട് അടുത്ത ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ കുറച്ചും കൂടെ കുറയും? പറയാൻ പറ്റത്തില്ല. കണ്ടീഷൻ മാർക്കറ്റ് നമ്മൾ പറയുന്നല്ലോ, ഓരോ ദിവസം ഒരു മാർക്കറ്റിലാണ് വരുന്നത്. അതുകൊണ്ട് പറയാൻ പറ്റത്തില്ല അതിൻ്റെ രീതിയൊന്നും. എവിടെ നിന്നാണ് സാധനങ്ങളൊക്കെ വരുന്നത്? മാക്സിമം ഡയറക്റ്റ് നമുക്കിവിടെ ഒരുപാട് സെല്ലറുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ഹോൾസെയിൽ മാർക്കറ്റിംഗ് വരുന്നുണ്ട്. പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഒരുപാടുണ്ട്. എണ്ണ കൂടുതൽ തമിഴ്നാട്ടിൽ നിന്നുള്ള വരവാണോ അതോ ഇവിടുത്തെ വരവ്? തമിഴ്നാട്ടിൽ നിന്ന് വരവില്ല. ഇവിടുത്തെ കമ്പനി ബ്രാൻഡായിട്ടുള്ളതാണ്. കേരഫെഡ്, മലബാർക്കാർ, ഇങ്ങനത്തെ കുറച്ച് ബ്രാൻഡുകളായിട്ടുള്ള ഇതുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ. കാരണം ഇപ്പോൾ വ്യാജം ഒരുപാട് ഇറങ്ങുന്നതുകൊണ്ട് നമുക്ക് ഏത് കറക്റ്റുള്ള ബ്രാൻഡായിട്ടുള്ളത് എടുത്ത് വയ്ക്കാൻ പറ്റുള്ളൂ. എല്ലാം നമുക്ക് സെറ്റായി പോകത്തില്ല. അതുകൊണ്ടാണ്. ആണ് ഓണത്തോടടുക്കുമ്പോൾ ഇനിയും ഒരു വില കൂടുതൽ ഉണ്ടാകുമോ എന്നുള്ളതാണ്. നിലവിൽ എന്തായാലും സാധാരണ നിലയിൽ ഓണവിപണിയോട് അടുക്കുമ്പോഴുള്ള വലിയൊരു വിലക്കയറ്റം എന്ന് പറയാൻ പറ്റത്തിലുള്ളൊരു വിലക്കയറ്റമില്ല. എണ്ണ മാത്രമാണ് ഇപ്പോഴും വില കുറയാതെ ഇങ്ങനെ നിൽക്കുന്നത്. അരിയുടെ കാര്യത്തിലേക്കാണെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന വിലയിൽ ചെറിയൊരു വ്യത്യാസം, അത് കൂടിയും കുറഞ്ഞും സാധാരണ നിലയിൽ ഇരിക്കുന്നതിനപ്പുറത്തേക്കുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. നിലവിൽ ഇന്നത്തെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ വില വർധനയുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. സ്വാഭാവികമായും വെളിച്ചെണ്ണയുടെ വില അല്പം ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് ശ്യാമിലേക്ക് പോകാം. ശ്യാം ഉള്ളത് എറണാകുളത്താണ്. എറണാകുളത്തെ തിരക്കേറിയ മാർക്കറ്റിലാണ് ശ്യാം നിൽക്കുന്നത്. ശ്യാം, ഈ പറഞ്ഞതുപോലെ അനിവാര്യമാണ് നമുക്ക് വെളിച്ചെണ്ണ ഇല്ലാതെ നമുക്ക് ഒന്നും പ്രായോഗികമല്ല. അതിനൊരു മറു ഓപ്ഷൻ പോലും ഇല്ല. അപ്പം വില കുറയ്ക്കാൻ ശ്രമിക്കും എന്ന് വിപണിയിൽ ഇടപെടൽ ഉണ്ടാകുമെന്നൊക്കെ മന്ത്രി പറഞ്ഞിരുന്നു. അതൊക്കെ എങ്ങനെയാണ്? എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലെങ്കിലും കുറയുന്നുണ്ടോ വെളിച്ചെണ്ണയുടെ വില? അതേ, ഓണക്കാലത്തെ ഏറ്റവും വിലപിടിപ്പുള്ളൊരു താരമായിട്ട് വെളിച്ചെണ്ണ മാറിയിരിക്കുകയാണ്. ഈയൊരു സമയത്ത് വെളിച്ചെണ്ണയുടെ വില കുറയും എന്ന് മന്ത്രി പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരല്പം ആശ്വാസകരമായ വാർത്തയാണെന്ന് തോന്നുന്നു. കാരണം നിലവിലെ വെളിച്ചെണ്ണ വില, നമ്മളിപ്പോൾ ഉള്ളത് ഇവിടുത്തെ ഒരു വെണ്ണല ഓയിൽസ് എന്ന് പറയുന്നത്, ഇവിടെ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ചക്കിലിപ്പോൾ ഇവിടെ ആട്ടി നേരിട്ട് കൊടുക്കുന്നതാണ്. ഇവിടെ കോക്കനട്ട് ഓയിൽ 450, 470 എന്നിങ്ങനെയാണ്. എന്തായാലും അങ്ങനെ, അതായത് 500-ൽ നിന്ന് താഴേക്ക് എത്തിയിരിക്കുന്നു. നമ്മോടൊപ്പം ഇപ്പോൾ ആ കടയുടമ ചേരുന്നുണ്ട്. ചേട്ടാ, ഈ വെളിച്ചെണ്ണ വില ഇങ്ങനെ വലിയ തോതിൽ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ഒരല്പം കുറയുന്നുണ്ടല്ലേ? ഇപ്പോൾ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് സാർ. ഇപ്പോൾ കിലോ ലിറ്ററിന് 500 വരെ ആയിരുന്നത് ഇപ്പോൾ 450 രൂപയായിട്ട് വരെ കുറഞ്ഞിട്ടുണ്ട്. കിലോയ്ക്കും അതുപോലെ 520 ആയിരുന്നു വന്നത്, 470 കുറഞ്ഞിട്ടുണ്ട്. ഇത് ഇന്നത്തെ വിലയാണ്. ഇനിയും കുറയണമെന്നുള്ളതാണ് നമ്മളെല്ലാവരുടെയും ആഗ്രഹം. എന്നാലേ ഞങ്ങൾക്ക് സെയിൽസ് നടക്കുകയുള്ളൂ. ഈ കൊപ്രയുടെ ദൗർലഭ്യമാണോ ഇങ്ങനെ വലിയ തോതിൽ വില കൂടാൻ കാരണം? കൊപ്രയുടെ വില കൂടിയ കൊപ്ര മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. നമ്മൾ ക്വാളിറ്റി കൊപ്ര എടുക്കുന്നുള്ളൂ. കണ്ണൂർ, കാസർഗോഡ് നിന്നാണ് കൊപ്ര വരുന്നത്. അതുകൊണ്ടാണ് കൊപ്രയുടെ ഈ എണ്ണയുടെ വില കൊപ്രയ്ക്ക് അനുവാദമായിട്ടാണ് ഇതിൻ്റെ വില നിശ്ചയിക്കുന്നത്.
കൊപ്ര ദൗർലഭ്യം വരുത്തി തീർത്തുകൊണ്ട് ഇങ്ങനെ വെളിച്ചെണ്ണ വിപണിയിൽ വില കൂട്ടുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു മാഫിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ടോ? കൊപ്ര ശ്രീലങ്ക, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ ലഭ്യമാണ്. അത് ഇറക്കുമതിയുടെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇവിടെ ദൗർബല്യം നേരിട്ടിരിക്കുന്നത്. ഇന്ത്യയിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ തേങ്ങയുടെ ഇത് കുറവാണ്, തേങ്ങാ ഉൽപ്പാദനം കുറവാണ്. പക്ഷേ അയൽ രാജ്യങ്ങളിൽ ഇത് ലഭ്യമായതുകൊണ്ട് അവിടെ നിന്ന് ഇറക്കുമതി അനുവദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ വില വളരെയധികം കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ പകുതി വിലയിൽ എണ്ണ കൊടുക്കാനായിട്ട് സാധിക്കും. എന്നാൽ മാത്രമേ ഞങ്ങളെപ്പോലെയുള്ള മില്ലുകാർക്ക് ബിസിനസ് നടക്കുകയുള്ളൂ. ഈ മലയാളികളെ സംബന്ധിച്ചുള്ള മലയാളികൾ ഏറ്റവും കൂടുതൽ ആഘോഷ കാലയളവിലൊക്കെയാണ് ഈ എണ്ണയും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടൊക്കെ ഉപയോഗിക്കുന്നത്, വറുക്കാനും പൊരിക്കാനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഓണക്കാലമാണ്, ഓണക്കാലത്തേക്ക് വരുമ്പോൾ വലിയ തോതിൽ വില ഉയരാനുള്ള ആശങ്ക ഉണ്ടോ? വില കുറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ വില കൂടിയെന്നുള്ള ഒരു പ്രതിഭാസം ഉടനെ ഉണ്ടാകാൻ സാധ്യത കാണുന്നില്ല. എങ്കിലും ഇറക്കുമതി അല്ലെങ്കിൽ അങ്ങനത്തെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ആണ് പോംവഴി. തീർച്ചയായിട്ടും, അതായത് കൊപ്രയുടെ ഇറക്കുമതി കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കിവിടെ കാണാം, ആ ചക്കിലാണ് ഇവിടെ വെളിച്ചെണ്ണ ആട്ടിക്കൊടുക്കുന്നത്. അങ്ങനെ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ് ഇവിടെ ഉള്ളത്. ആ വെളിച്ചെണ്ണയുടെ വിലയാണ് ഇപ്പോൾ. ഇത് നേരെ മറ്റ് കടകളിലേക്ക് ചെല്ലുമ്പോൾ ഇതിനും അപ്പുറത്തേക്ക് വരും. എന്തിനും ഏതിനും വറക്കാനും പൊരിക്കാനും ഒക്കെ മലയാളികൾക്ക് വെളിച്ചെണ്ണ ഒരു ഒഴിവാക്കാൻ കഴിയാത്ത ഘടകമാണ്. അപ്പോൾ വെളിച്ചെണ്ണയുടെ വില ഇങ്ങനെ സ്കൈ റോക്കറ്റ് ചെയ്തതുപോലെയാണ് ഇടയ്ക്ക് കൂടിയത്. അപ്പം എന്താണ് ഇപ്പം വെളിച്ചെണ്ണയുടെ വില ഈ ഓണത്തിന് മുൻപ്, ഓണം എത്തുന്നതിന് മുൻപ് തന്നെ ഒന്ന് പിടിച്ചു കെട്ടാൻ ശ്രമിക്കുമെന്ന് മന്ത്രി പറഞ്ഞിരുന്നു. അത് എത്രത്തോളം പ്രായോഗികമായിട്ടുണ്ട് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. എന്തായാലും ഇപ്പോൾ കുറച്ചൊരു ആശ്വാസം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് വെളിച്ചെണ്ണയുടെ വില പിടിച്ചു കെട്ടാൻ സർക്കാരിന് ഒരു പരിധിവരെയെങ്കിലും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഈ നോക്കുന്നത് പോലെ അതായത് കേരഫെഡ്, കേര വെളിച്ചെണ്ണ, ഇത് രണ്ടും ഇപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് വിപണിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതായത് ഒരു സമയത്ത് നോക്കൂ 530 വരെ വില ഉയർന്നിരുന്നു, 530 വരെ വില ഉയർന്നിരുന്നു, 600 വരെ പോയേക്കും എന്നുള്ള കണക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വില MRP 529 നിന്ന് 479 ഇപ്പോൾ കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. അതായത് 50 രൂപ കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ചെറിയ കാലയളവിൽ കൊണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. 50 രൂപയുടെ ഒരു ഇടിവ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം 2 ലക്ഷം ലിറ്റർ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ കേരഫെഡ് സപ്ലൈകോയ്ക്ക് കൈമാറിയിട്ടുള്ളത്. സപ്ലൈകോയിൽ ക്ഷാമം ഉണ്ടാകില്ല എന്ന് കഴിഞ്ഞ ദിവസം ഈ ഓണവിപണി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സപ്ലൈകോയുടെ MDയും വ്യക്തമാക്കിയിരുന്നു. 2 ലക്ഷം ലിറ്ററാണ് കൈമാറിയിട്ടുള്ളത്. ഇത് കൈമാറിയിരിക്കുന്നത് 457 രൂപ എന്ന നിരക്കിലായിരിക്കും. അതോടൊപ്പം തന്നെ ഒരു റേഷൻ കാർഡിന് 2 ലിറ്റർ വെളിച്ചെണ്ണയായിരിക്കും ഇനി അനുവദിക്കുക. ഈ കുറഞ്ഞ നിരക്കിലായിരിക്കും അനുവദിക്കുക. കൊപ്രയുടെ വില നേരത്തെ നമ്മളോട് സംസാരിച്ച ഷ്യാമിനോട് സംസാരിച്ച വ്യവസായി പറഞ്ഞതുപോലെ കൊപ്രയുടെ ഇറക്കുമതി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതിന്റെ ലഭ്യതയാണ് ഏറ്റവും പ്രശ്നം. അപ്പോൾ കൊപ്രയുടെ വില 280 രൂപയിൽ നിന്ന് 228 രൂപയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ നേരിയ ഇടിവ് വെളിച്ചെണ്ണയുടെ വിലയിൽ ഉണ്ടായിട്ടുള്ളത്. ഇനി നമുക്ക് കോഴിക്കോടേക്ക് പോകാം. കോഴിക്കോട് അഞ്ജന സുകുമാരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഞ്ജന, പാളയം മാർക്കറ്റിലാണ് അഞ്ജന നിൽക്കുന്നത്. പാളയത്ത് ഉപ്പ് മുതൽ കർപ്പൂരം വരെ എല്ലാം അവൈലബിൾ ആണ്. അവിടെ കോഴിക്കോട്ടുകാരെല്ലാം ഓണത്തിന് സ്വാഭാവികമായിട്ടും സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വരുന്നത് പാളയത്തേക്ക് തന്നെയാണ്, ഓടിയെത്തുന്നത് അവിടെ. കാരണം അവിടെ പോയാൽ പിന്നെ വേറെ എവിടേക്കും പോകേണ്ട ആവശ്യമില്ല, എല്ലാം അവിടെ നിന്ന് തന്നെ കിട്ടും. അപ്പം പാളയത്തെ കച്ചവടമൊക്കെ എങ്ങനെയാണ്? പൊടി പൊടിക്കുന്നുണ്ടോ ഇപ്പം? അതെ അറിയാം, ഉപ്പ് മുതൽ കർപ്പൂരം വരെ പാളയം മാർക്കറ്റിൽ വന്നാൽ കോഴിക്കോട്ടുകാർക്ക് കിട്ടുമെന്നുള്ളതാണ്. പഴം മുതൽ ഉപ്പ് തൊട്ട് പലചരക്കായാലും അതുപോലെയുള്ള മറ്റു സാധനങ്ങളായാലും പച്ചക്കറി ആയാലും എല്ലാത്തിനും പ്രധാന വിൽപ്പന കേന്ദ്രമാണ് പാളയം മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നിരവധി കടകളുണ്ട്. രാവിലെ തന്നെ ഏതായാലും കർണാടക, തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് പച്ചക്കറിയും പഴങ്ങളും ഒക്കെ രാവിലെ തന്നെ ലോഡ് വന്നിട്ടുണ്ട്. അതൊക്കെ ഇറക്കി വെക്കുന്ന തിക്കിലും ഒക്കെയാണ് ഇവിടുത്തെ കടക്കാരൊക്കെ. ഏതായാലും ഇത് ഹോൾസെയിൽ മൊത്ത വ്യാപാര കടകളാണ് ഇവിടെ ഉള്ളത്. രാവിലെ തന്നെ ഏതായാലും മാർക്കറ്റ് ചൂട് പിടിച്ചിട്ടുണ്ട്. ഒരുപാട് പച്ചക്കറികളുണ്ട്. ഓണമിങ് അടുക്കാറായതുകൊണ്ട് തന്നെ ഓണത്തിന് സദ്യക്ക് എത്ര കൂട്ടം കറി ഉണ്ടാക്കണം എന്നുള്ള ചിന്തയിലായിരിക്കും പല വീടുകളും. അപ്പോൾ ഏതായാലും പച്ചക്കറി വില അവരെയൊക്കെ സംബന്ധിച്ച് ഒരു ആശങ്ക കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ എങ്ങനെയാണ് പച്ചക്കറി വില എന്നുകൂടെയൊക്കെ നമുക്കൊന്ന് അന്വേഷിച്ചറിയാം. എങ്ങനെയുണ്ട് ചേട്ടാ, ഓണത്തിന്റെ കച്ചവടമൊക്കെ തുടങ്ങിയോ? പൊടി പിടിക്കുന്നുണ്ടോ? കച്ചവടം ആയില്ല. ഇനിയും ഒരു ആഴ്ച കൂടി ഉണ്ടല്ലോ കച്ചവടം. കാരണം 24-ാം തീയതി ആയുള്ളൂ. ഒരു 30-ാം തീയതി ആകുമ്പോഴേതിനാണ് കച്ചവടം ഏകദേശം ലെവലായി വരും. കാരണം അപ്പോഴും ചന്തകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കച്ചവടമായി വരും. ഇപ്പം സാധനം വലിയ വിലക്കയറ്റൊന്നും ആയിട്ടില്ല. തക്കാളിക്ക് ഇപ്പോൾ ഈ 2 ദിവസമായിട്ട് തക്കാളി കുറച്ച് വില കൂടിയിട്ടുണ്ട്. ബോക്സിന് 1200 രൂപയോളായിട്ടുണ്ട്. മാക്സിമം ഒരു കിലോ 50 രൂപ തന്നെയാണെന്ന് പറയാം. 45-50 രൂപയുണ്ട്. അതിന് കഴിഞ്ഞ ദിവസം തക്കാളി കുറവായിരുന്നു. പിന്നെ ഒരു കുറഞ്ഞും വരും. ചില പച്ചക്കറി മേലോട്ട് പോകും, ചില താഴോട്ടേക്കും വരും. അങ്ങനെയാണ് പച്ചക്കറിയുടെ നിലവാരം പോയിക്കൊണ്ടിരിക്കുന്നത്.
കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുന്നൊക്കെ മഴയുണ്ടായിരുന്നു. അപ്പം നമ്മൾ പ്രധാനമായിട്ടും കൊണ്ടുവരുന്നത് തമിഴ്നാട്ടിൽ നിന്ന് കർണാടകയിൽ നിന്നൊക്കെയാണ്. അവിടെ മഴയുണ്ടായിരുന്നപ്പം ഇവിടെ കുറച്ച് വിപണിയിൽ ഒരു ചെറിയൊരു വിലക്കയറ്റമൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോൾ താഴ്ന്നിട്ടുണ്ട്. ഇല്ല, ഈ പച്ചക്കറി സംബന്ധിച്ചോളം ഓരോ ഭാഗങ്ങളിൽ ഓരോ സമയം വില എങ്ങനെയാണ് വരുന്നത് അതിനനുസരിച്ചിട്ടാണ് കോഴിക്കോട്. കേരളത്തെ സംബന്ധിച്ചോളം ഏറ്റവും വില കുറഞ്ഞ മാർക്കറ്റ് കോഴിക്കോട് മാർക്കറ്റാണ്. എങ്ങനെ എടുത്തു നോക്കിയാലും നിങ്ങൾ ഏത് കഴിഞ്ഞ ഓണത്തിന് വലിയ വിലക്കയറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പച്ചക്കറി യാതൊരു വിലക്കയറ്റില്ലാത്ത രീതിയിലാണ് മുന്നോട്ട്. ഞങ്ങൾക്ക് വിലക്കയറ്റ് കുറഞ്ഞ് കൊടുക്കണം എന്നുള്ള ആഗ്രഹമേ ഉള്ളൂ. കാരണം ജനങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന രീതിയിൽ കൊടുക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെതായിട്ടുള്ളൊരു കാര്യം കാണുള്ളൂ. അല്ലാതെ കൂടുതൽ വിലയും ആക്കി വെച്ചിട്ട് ഒരു കാര്യം പച്ചക്കറി നിർത്താൻ പറ്റൂല. അതായത് വിലയ്ക്ക് തന്നെയാണ് വിൽക്കുന്നത്. ഇപ്പം സവോളയ്ക്ക് എത്രയോ മാസങ്ങളെ വില കുറഞ്ഞിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഹോൾസെയിൽ റേറ്റ് 21 രൂപ 50 പൈസ ഉള്ളൂ ഹോൾസെയിൽ റേറ്റ്. പുറമേൽ 24-25 രൂപ സവോളയ്ക്കുള്ളൂ. കഴിഞ്ഞ 2 വർഷം മുന്നൊക്കെ സവോളയ്ക്ക് 79-80 രൂപയായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് വിലക്കൈ കൂടുന്നുണ്ട്. ഇപ്പം കൂടി നിൽക്കുന്ന സാധനം വെളിച്ചെണ്ണ അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് വില കൂടി നിൽക്കുന്നത്. മലച്ചരക്കിലായിട്ടുള്ളത് വേറെ ഒന്നും വലിയ വിലക്കയറ്റങ്ങളുണ്ട്. ഇപ്പോൾ ഓണത്തിന് 2 ആഴ്ച കൂടെ ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ഒരാഴ്ച കൂടി ആകുമ്പോഴേക്കും ചിലപ്പോൾ ഒരു 10 രൂപ വരെ വ്യത്യാസമൊക്കെ വന്നേക്കാല്ലേ? ഒരു പക്ഷേ വില ആണെങ്കിൽ തന്നെ ഒരു 5-6 ഐറ്റം പാവക്ക, വെണ്ടക്ക, പയറ് അങ്ങനെയുള്ളൊരു 3-4 സാധനത്തിന് എന്തായാലും ഓൾറെഡി എല്ലാ വർഷങ്ങളിലും ഈ 3-4 സാധനത്തിന് വിലക്കയറ്റം വരാറുണ്ട്. അത് ഞങ്ങൾ വിലക്കയറ്റുന്നതല്ല, കൃഷിക്കാർ കർണാടകയിൽ വരുന്ന റേറ്റിനനുസരിച്ചിട്ടായിരിക്കും ഇവിടെ വെക്കുക. അല്ലാതെ ഇവിടെ ഈ പൂത്തിവെപ്പും കാര്യങ്ങളൊന്നുമില്ല. ഒരു കാരണവശാലും പച്ചക്കറി അങ്ങനെ ചെയ്യാനും പറ്റില്ല. മാർക്കറ്റ് നിലവാരം എന്താ വരുന്നത് ആ മാർക്കറ്റ് അനുസരിച്ചിട്ടാണ് ഞങ്ങളിവിടെ വിപണിയിൽ നിലവാരം. പാളയം മാർക്കറ്റിൽ നിന്നുള്ള കാഴ്ചകൾ നമ്മളിലേക്ക് എത്തിച്ചത്. ഓണത്തിന്റെ ആ തിരക്ക് വരുന്നതേ ഉള്ളൂ, കാരണം ഒരാഴ്ച കൂടി ബാക്കിയുണ്ട്. അപ്പോൾ അത് തിരക്കൊക്കെ വരുന്നതേ ഉള്ളൂ മാർക്കറ്റുകളിൽ.